അവസ്ഥയിലെത്തിയപ്പോൾ ഇവിടെ കടൽക്കരയിൽ വന്ന് നങ്കൂരിടാൻ പറഞ്ഞു. അങ്ങനെ നങ്കൂരിട്ട് ഇവിടെ ഇറങ്ങി. ഇവിടെ വന്നപ്പോൾ അദ്ദേഹത്തിന് രോഗം ഒന്നുകൂടി മൂർച്ഛിക്കുക ചെയ്തു. അപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പടച്ചവനോട് അരുൾ ചെയ്തിട്ടുണ്ട്, ദുആ ചെയ്തിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പടച്ചവനെ എന്നെ ഒന്നുകിൽ കേരളത്തിലേക്ക് തിരിച്ചെത്തിക്കുക, അതല്ലെങ്കിൽ ഞാൻ ഇവിടെയാണ് മരിക്കുന്നത് എങ്കിൽ എൻ്റെ കേരളം പോലത്തെ ഒരു അന്തരീക്ഷം എനിക്ക് നീ ഇവിടെ നൽകണേ എന്ന് അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചിട്ടുണ്ട്. അതിനടിസ്ഥാനത്തിൽ അള്ളാഹു അത് അരുൾ ചെയ്തു, അദ്ദേഹത്തിന് അത് നിറവേറ്റി കൊടുത്തു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ചരിത്രം പറയുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ അദ്ദേഹം മറവപ്പെട്ടിരിക്കുന്ന ആ സ്ഥലം കേരളത്തിൽ നിന്ന് ഒട്ടും വിഭിന്നമല്ല. 100% കേരളത്തിൻ്റെ അതേ തനി കാലാവസ്ഥയാണ് ഇവിടെ. ഒരു വ്യത്യാസവുമില്ല എന്നുള്ളതാണ്. അദ്ദേഹത്തെ മറവാക്കപ്പെട്ടിരിക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്താണ് നമ്മൾ പോകുന്നത്. ഇപ്പോൾ ഇവിടെ എത്താറായി. ഇവിടെ ഏതാണ്ട് എത്താറായിട്ടുണ്ട്. നമ്മൾ അതൊക്കെ വാഴകൾ അദ്ദേഹത്തിൻ്റെ കബറിടത്തിലേക്ക് പോകുന്ന വഴിയാണ്. അവിടെ കേരളത്തിലെ പഞ്ചായത്ത് റോഡ് പോലെ തന്നെ ഉണ്ട്. ഇപ്പൊ വേറൊരു കാര്യം, ഇപ്പൊ വെറ്റില കണ്ടില്ല എന്ന് പറയാം. അടക്കം ഇവിടെ വെറ്റില ഉണ്ടാക്കുന്ന സ്ഥലത്ത് ഇതൊക്കെ നല്ല നല്ല തെങ്ങുകളാണ്. തെങ്ങുകളും നല്ല തെങ്ങുകളാണ്. നല്ലൊരു അന്തരീക്ഷമാണ്. റോഡ് മാത്രം ആ കേരളത്തിൻ്റെ റോഡ് വേണം പറഞ്ഞുകൊണ്ടായിരിക്കാം, കേരളത്തിൻ്റെ അതേപോലെ വേണമെന്ന് പറഞ്ഞുകൊണ്ടായിരിക്കും ഇവിടുത്തെ റോഡ് കേരളത്തിനോട് സാമ്യമുള്ള റോഡാണ്. കുണ്ടും കുഴിയും ഒക്കെ ആയിട്ടുള്ള റോഡാണ് ഇവിടെ ഉള്ളത്. അതുപോലെ പടച്ച് അനുഗ്രഹിച്ച് നൽകിയിട്ടുണ്ടെന്ന് തോന്നുന്നു. ഇത്രയും പിന്നെ മതിലുകളൊക്കെ കണ്ടില്ലേ, പോസ്റ്റ് നമ്മുടെ നാട്ടിൽ അതേപോലെ തന്നെ ഇവിടെ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് വിശദമാക്കാം.
കേരളത്തിലെ എല്ലാ വിഭവങ്ങളും